ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫിറ്റിംഗ് ഇൻസ്റ്റലേഷൻ, ടെക്നോളജി ബേസ്ഡ് പവർ സേവിംഗ് ഡിവൈസസ്, IoT ബേസ്ഡ് ഹോം ഓട്ടോമേഷൻ, വയേർഡ് ഓട്ടോമേഷൻ എന്നിവയെ പറ്റിയാണ്. ഫിറ്റിംഗ് ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു വീട് വയർ ചെയ്യുന്നതിൻ്റെ വയറിംഗ് ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കാം. ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ, എർത്ത് വയർ തുടങ്ങിയവ ഉപകരണങ്ങളിലും സ്വിച്ചുകളിലും മറ്റും ഘടിപ്പിക്കേണ്ടതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് നോക്കുക. ബെഡ്റൂം 1, വരാന്ത, കിച്ചൺ, മാസ്റ്റർ ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് ഏരിയ, ലിവിംഗ് ഏരിയ തുടങ്ങിയവ കാണിച്ചിരിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ഉള്ളവ 2 പോൾ MCB, RCCB, സിംഗിൾ പോൾ MCB, ന്യൂട്രൽ ടെർമിനൽ ബസ് ബാർ, എർത്ത് ടെർമിനൽ ബസ് ബാർ എന്നിവയാണ്. ഓരോ റൂമിലും ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്വിച്ച് ബോക്സ്, ഫാൻ റെഗുലേറ്റർ, പ്ലഗ് സോക്കറ്റ് ഔട്ട്ലെറ്റ്, ലൈറ്റ്, ഫാൻ പോയിന്റുകൾ മനസ്സിലാക്കുക. അതായത് ഓരോ റൂമിലും പലതരം പോയിന്റുകൾ ഉണ്ടാവും. ലൈറ്റ്, ഫാനും പ്ലഗ് സോക്കറ്റുകളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എവിടെയൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഏകദേശ പൊസിഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുക, എല്ലാ റൂമുകളിലും ഉള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക. പല പോയിന്റുകളും പല റൂമുകളിലും വരാന്തയിലും മറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. എനർജി മീറ്ററിൽ നിന്നുള്ള ഫേസ് ന്യൂട്രൽ ലൈനുകൾ 2 പോൾ MCBയിലേക്കും അതിൽ നിന്ന് RCCBയിലേക്കും RCCBയിൽ നിന്ന് സിംഗിൾ പോൾ MCBകളിലേക്കും ന്യൂട്രൽ ടെർമിനൽ ബസ് ബാറിലേക്കും ഗ്രൗണ്ട് വയർ എർത്ത് ടെർമിനൽ ബസ് ബാറിലേക്കും ഘടിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ MCBകളിൽ നിന്നും സ്വിച്ചുകളിലേക്കും അവിടെ നിന്ന് പോയിന്റുകളിലേക്കും ഘടിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഘടിപ്പിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓരോ പ്ലഗ് സോക്കറ്റിലേക്കും അതിലേക്കും ഒക്കെ എർത്ത് വയറും ഫേസ് വയറും ന്യൂട്രൽ വയറൊക്കെ ഘടിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. പ്ലഗ് സോക്കറ്റിലേക്ക് എർത്ത് വയർ പോകും. ഇതിലും ഫാൻ പോയിന്റിലേക്കും എർത്ത് വയർ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ സാധാരണ ഫാനിലേക്ക് എർത്ത് വയർ ഇങ്ങനെ കാണിക്കാറില്ല. മെറ്റൽ ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാലോ എർത്ത് വയർ ഘടിപ്പിക്കണം, മെറ്റൽ അപ്ലയൻസിൻ്റെ ഒക്കെ മെറ്റൽ പാർട്ടുകളിൽ. അപ്പം അത് നമ്മൾ വയറിംഗ് റൂളുകൾ അനുസരിച്ചിട്ട് അറിയാലോ, ഒരു 10 പോയിന്റിൽ കൂടുതൽ ഒരു MCBയിലേക്ക്, ഒരു സർക്യൂട്ടാണ് ഒരു MCBയിൽ നിന്ന് പോകുന്നത്, അത് പാടില്ല, ഘടിപ്പിക്കാൻ പാടില്ല. അതുപോലെ പവർ പ്ലഗ് പോയിന്റുകളാണെങ്കിൽ 2 പോയിന്റുകളിൽ കൂടുതൽ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ലോഡിനൊക്കെ അനുസരിച്ച്, ലോഡ് 3000 വാട്ടിൽ കൂടുതൽ പാടില്ല. നമ്മൾ ലൈറ്റ് ഫാനുകളാണെങ്കിൽ 800 വാട്ടിലും കൂടുതൽ പാടില്ല. ആ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ MCBയിൽ നിന്ന് ഓരോ സർക്യൂട്ടുകൾ എടുത്തിട്ട് ഘടിപ്പിക്കുന്നത്. ഇതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഓരോ റൂമുകളിലേക്കും ഘടിപ്പിക്കുന്നത്. ന്യൂട്രൽ ടെർമിനൽ ബസ് ബാറിൽ നിന്ന് ന്യൂട്രലൊക്കെ കൊടുക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലാ പോയിന്റിലേക്കും, എല്ലാ ലൈറ്റ് ആൻഡ് ഫാൻ പോയിന്റിലേക്കൊക്കെ ന്യൂട്രൽ വേണം നിർബന്ധമായിട്ടും. അങ്ങനെയുള്ള നമ്മൾ അതിലേക്ക് സപ്ലൈ സർക്യൂട്ട് പൂർത്തിയാവുള്ളൂ. അതൊക്കെ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓരോ വർക്കിനും പറ്റിയ അനുയോജ്യമായ ടൂളുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. ഫിറ്റിങ്ങുകളൊക്കെ നല്ല ലെവലിലും അതിൻ്റെ ശരിയായ പൊസിഷനിലും വയ്ക്കുക.
അതുപോലെ ഫിറ്റിങ്ങുകളൊക്കെ ആവശ്യത്തിനുള്ള ടൈറ്റ്നെസ് ഉണ്ടായിരിക്കുക. അതുപോലെ കണക്ഷനുകളൊക്കെ കൊടുക്കുമ്പോൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കുക. ജോയിൻറ്റുകളിലും മറ്റും പെയർ കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് നല്ലവണ്ണം ഇൻസുലേഷൻ നൽകിയിരിക്കണം. ഇനി നമുക്ക് സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ സ്വിച്ചുകളും ലൈവ് വയറിലൂടെ കണക്ട് ചെയ്തിരിക്കണം. സ്വിച്ച് ബോർഡും സ്വിച്ചുകളും ഡോറിൻ്റെ എൻട്രൻസിന് ഇടതുവശത്ത് 1.5 മീറ്റർ ഉയരത്തിൽ ഫിക്സ് ചെയ്യണം. വയറുകൾ സ്വിച്ച് ടെർമിനലിനോട് കണക്ട് ചെയ്യുവാനായിട്ട് കണക്ടർ സ്ക്രൂ ഡ്രൈവറുകൾ ഉപയോഗിക്കുക. അതുപോലെ ബ്രാസിൻ്റെ സ്ക്രൂകളും നട്ടുകളും ബോൾട്ടുകളൊക്കെ ഫിക്സിങ്ങിന് ഉപയോഗിക്കണം. ഇനി നമുക്ക് സ്വിച്ചുകളും പ്ലഗ് സോക്കറ്റുകളൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കിയിട്ട് വ്യക്തമായി മനസ്സിലാക്കുക. സ്ക്രൂകൾ വെച്ചിട്ടും അതിന് താഴെ ഒരു നട്ടുണ്ട്, അതിട്ട് മുറുക്കണം. ഒരു സ്വിച്ചും ഒരു സ്ക്രൂ, പ്രത്യേകതരം ഒരു സ്ക്രൂ ഉണ്ട്, അതിന് ഒരു നട്ടൊക്കെ ഇട്ട് കൃത്യമായിട്ട് മുറുക്കണം. അതുപോലെ പ്ലഗിനും ഉണ്ട്, അതുപോലെ നോക്കി മനസ്സിലാക്കുക. ഒരു സ്വിച്ച് ബോക്സിൻ്റെ പ്ലേറ്റിൽ 3 സ്വിച്ചുകളും അതുപോലെ തന്നെ ഒരു പ്ലഗ് സോക്കറ്റും അതിൻ്റെ സ്വിച്ചും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക. അടുത്തതായി 4 സ്വിച്ചുകളുടെയും അടിഭാഗം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ പ്ലഗ് സ്വിച്ചിൻ്റെ മേൽഭാഗവും പ്ലഗിൻ്റെ റൈറ്റ് സൈഡും കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നീട് എർത്ത് വയർ 3ാമത്തെ വലിയ പിന്നിൽ പ്ലഗ് സോക്കറ്റിൻ്റെ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ മറ്റ് സപ്ലൈ വരുന്ന വയറുകളും അവിടെ നിന്ന് സപ്ലൈ പോകുന്ന വയറുകളും ഒരു സ്വിച്ചിൽ നിന്നും സപ്ലൈ പോയിന്റുകളിലേക്ക് പോകുന്നതും കണക്ട് ചെയ്തിരിക്കുന്നു. അത് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. സ്വിച്ചിലെ കണക്ഷനുകൾ പൂർത്തിയായതിനു ശേഷം സ്വിച്ച് പ്ലേറ്റ് സ്വിച്ച് ബോക്സുമായിട്ട് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആവശ്യത്തിന് ടൈറ്റ്നെസ് കൊടുക്കേണ്ട രീതിയിൽ സ്ക്രൂ വെച്ച് സ്വിച്ച് ബോക്സിനോട് സ്വിച്ച് പ്ലേറ്റ് ബന്ധിപ്പിക്കണം, മുറുക്കി ബന്ധിപ്പിക്കണം. ഇനി സ്വിച്ച് പ്ലേറ്റിന് മീതെ ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ ഫിറ്റിംഗ് പൂർത്തിയായി. ഇനി നമുക്ക് ലാമ്പുകൾ ഫിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രധാന കാര്യങ്ങൾ നോക്കാം. ലാമ്പ് ഹോൾഡറുകൾ റൗണ്ട് ബ്ലോക്കുകളിൽ വയ്ക്കണം. മോഡേൺ വയറിങ്ങിൽ പ്ലേറ്റുകളിലാണ് വയ്ക്കുന്നത്. ലാമ്പ് ഹോൾഡറുകൾ 2.5 മീറ്റർ ഉയരത്തിൽ സ്ട്രേറ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യണം. പോർട്ടബിൾ ലാമ്പുകൾ ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിച്ച് വയർ ചെയ്യണം. ഇനി നമുക്ക് ലാമ്പ് ഫിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ നോക്കാം. ലാമ്പിൻ്റെ സ്വിച്ചിൽ നിന്നുള്ള ഫേസ് വയറും പിന്നെ ന്യൂട്രൽ വയറും
പ്ലേറ്റിലൂടെ കടത്തി ആ പ്ലേറ്റ് ചുമരിൽ ഉറപ്പിക്കുന്നതും ശ്രദ്ധിക്കുക. രണ്ട് സ്ക്രൂകൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലേറ്റ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യണം. അത് ലെവലും കൂടിയായിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ട് ലെഗുകൾ, ഹോൾഡറിൻ്റെ ലെഗുകളിൽ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യുന്നതും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ട് സ്ക്രൂകൾ ഉപയോഗിച്ച് ഹോൾഡർ പ്ലേറ്റിൽ ഉറപ്പിക്കുന്നത്, റൗണ്ട് ബ്ലോക്കിലായാലും പ്ലേറ്റിലായാലും ഉറപ്പിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഹോൾഡർ നല്ല ലെവലിലായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത്. ബൾബ് ഹോൾഡറിൽ കടത്തി വലത്തോട്ട് തിരിച്ച് ഉറപ്പിക്കാം. ഇനി നമുക്ക് ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാം. ട്യൂബ് ഫിക്സ്ചർ ഉറപ്പിക്കുവാൻ ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കി അതിൽ റോൾ പ്ലഗുകൾ ഉറപ്പിച്ച് അതിൽ ഫിക്സ്ചർ ഉറപ്പിക്കുക. ഫിക്സ്ചർ തറയിൽ നിന്നും 2.5 മീറ്റർ ഉയരത്തിലായിരിക്കണം. കറക്റ്റ് ലെവലിൽ ആയിരിക്കണം. ട്യൂബ് ലൈറ്റ് സീലിംഗ് റോസുമായി കണക്ട് ചെയ്യുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കുക. ഫ്ലൂറസെൻ്റ് ട്യൂബ് ആണെങ്കിൽ ഫിക്സ്ചറിൽ ട്യൂബ് ഫിക്സ് ചെയ്യുക. ഇനി ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നോക്കുക. 2 ക്ലാമ്പുകളുണ്ട് ഫിറ്റ് ചെയ്യാൻ, 2 സ്ക്രൂകളുണ്ട്. ഈ ക്ലാമ്പുകളാണ് ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നേരെ ലെവൽ ചെയ്ത് വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യണം ട്യൂബ് ലൈറ്റ് വെച്ചിട്ട്. അതിനുശേഷം 2 സൈഡിലും മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ ക്ലാമ്പ് വെച്ചിട്ട് അത് ഉറപ്പിക്കേണ്ട പൊസിഷൻ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഹാൻഡ് ഡ്രിൽ ഉപയോഗിച്ച് 2 സൈഡിലും ഹോളുകൾ ഉണ്ടാക്കണം. റോഡ് പ്ലഗുകൾ ഹോളുകളിൽ ഫിക്സ് ചെയ്യണം. അതിനുശേഷം ക്ലാമ്പുകൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. നല്ലവണ്ണം ടൈറ്റായിട്ട് ഉറപ്പിക്കണം. ക്ലാമ്പുകളിൽ ട്യൂബ് ഫിക്സ് ചെയ്യുക. അതിനുശേഷം സീലിംഗ് റോസിൻ്റെ മൂടിയിലുള്ള ഹോളിലൂടെ വയറുകൾ കടത്തി സീലിംഗ് റോസിൽ കണക്ട് ചെയ്യണം. സീലിംഗ് റോസിലെ ടെർമിനലുകളിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് അത് സീലിംഗ് റോസിലെ ടെർമിനലുകളിൽ കണക്ട് ചെയ്യുന്നതെന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം സീലിംഗ് റോസിൻ്റെ കവർ മൂടി അടയ്ക്കുക, ഇറുക്കി അടയ്ക്കുക.
അടുത്തതായി സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. സീലിംഗ് ഫാനിൻ്റെ അടിഭാഗവും ഫ്ലോറും തമ്മിൽ ചുരുങ്ങിയത് 2.4 മീറ്റർ ക്ലിയറൻസ് വേണം. സീലിംഗും ഫാനിൻ്റെ ബ്ലേഡുകളും തമ്മിലുള്ള ക്ലിയറൻസ് 30 സെൻറ്റിമീറ്ററിൽ കുറയരുത്. സീലിംഗ് ഫാനിൻ്റെ കൺട്രോൾ അതിൻ്റെ റെഗുലേറ്റർ വഴിയും സ്വിച്ച് വഴിയും സീരീസിൽ ഘടിപ്പിച്ചായിരിക്കണം. സീലിംഗ് ഫാൻ സീലിംഗ് റോസിലേക്കോ സ്പെഷ്യൽ കണക്ടർ ബോക്സിലേക്കോ വയർ ചെയ്യണം. അടുത്തതായി സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ടു മനസ്സിലാക്കുക. Down rod, top canopy, bottom canopy, shackle assembly, twisted wire, motor assembly, blade set, guarantee card and instruction manual. You will find the instruction manual inside the box or same instruction printed on packaging flap. Now let's move on assembling the ceiling fan. First insert the down rod from the slit. Slide the top canopy over the down rod from cap side. Pass the supply wires through the down rod tube from the cap side bigger hole and pull the wires from the slit hole of the down rod. Open the shackle assembly box. Take the bolt, which is having aluminium pads, and remove the split pin, lock nut, main hex nut, spring washers and smaller aluminium pads from the fold. Keep it securely. Place the motor assembly on a cushioned surface safely, otherwise it may get scratched. Remove the safety screw from shaft and keep it securely. Slide down the down rod from the slit and side over the motor and align the cross holes on the down rod and the shaft. Insert hex bolt along with bigger one. Place the aluminium spacer, then spring washer. Ensure the mounting of the safety screw to have safe fan running. Ensure the hex nut is fully tightened, otherwise it may create noise during fan running. And now tighten the lock nut. Ensure that this bolt is fully tightened. Please ensure to place the split pin in the provided hole to have safe fan running. Now fully tighten the safety screw which was kept loose with the shaft previously. Connect the supply wires in the terminal block. Ensure secure and proper connection. Pull the extra wire upward. Ensure all electrical wires do not touch the motor, otherwise it may create noise during fan running. Slide the bottom canopy towards the fan motor. Ensure bottom canopy do not touch the motor, otherwise it may create noise while fan running. Mounting. If open end type hook and sealing. Remove the split pin, lock nut, hex nut, spring washer from the shackle assembly. Slide the shackle clip assembly over the down rod tube. Align the holes and insert the bolt through shackle clip and down rod holes. Place the spring washer and tighten the hex nut fully while holding the bolt head with spanner. Tighten the lock nut fully and ensure both hex and lock nut fully tighten, otherwise it may create noise during fan running. Hang the fan by open type sealing hook. If close end type hook and sealing. Hang the shackle clip assembly on close end hook. Slide the down rod assembly inside the shackle clip assembly. Align the holes and insert the bolt through shackle clip and down rod holes. Place the spring washer and tighten the hex nut fully while holding the bolt head with the spanner. Tighten the lock nut fully and ensure that both hex and lock nut fully tighten, otherwise it may create noise during fan running. And insert the split pin and spread the projected ends. Now open the blade assembly packaging. Pull out the blade safely. Ensure all the blades have same serial numbers, otherwise it may cause fan wobbling or shaking. Don't remove damping washer. Now carefully mount the blade and ensure all the screw tighten fully, otherwise it may create noise while fan running. While tightening the blade screws on motor, ensure the blade angle is not disturbed. Ensure the firm electrical connection, otherwise it may cause for fan not working. Slide the top canopy towards the ceiling. Ensure that top canopy do not touch the ceiling, otherwise it may create noise during fan running.
ഇനി ഗെയ്സർ അഥവാ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അതിൻ്റെ ഒരു വീഡിയോ നോക്കി മനസ്സിലാക്കുക. ചുമരിൽ ഉള്ള ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പുകൾ, അതിൻ്റെ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ നോക്കി മനസ്സിലാക്കുക. ടെഫ്ലോൺ ടാപ്പൊക്കെ ചുറ്റി പൈപ്പ് നല്ല ലീക്ക് പ്രൂഫ് ആക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക, മനസ്സിലാക്കുക. പൈപ്പ് റഞ്ച് ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കുക. ഗെയ്സർ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കുന്നു. അതിൻ്റെ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ടാണ് അത് വെക്കുന്നത്. അത് അടയാളപ്പെടുത്തി അത് പ്ലേറ്റ് ഗെയ്സർ വയ്ക്കാനുള്ള ക്ലാമ്പ് ഫിക്സ് ചെയ്യാനുള്ള മാർക്കിങ്ങുകളൊക്കെ അടയാളപ്പെടുത്തുന്നതും അത് ഫിക്സ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യുന്നതും മറ്റും നോക്കുക, മനസ്സിലാക്കുക. ഗെയ്സറിലേക്ക് ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്നത് നല്ല ടൈറ്റാക്കി വയ്ക്കുന്നതും ഔട്ട്പുട്ട് ഗെയ്സറിൽ നിന്നുള്ള ചൂടുവെള്ളം പുറത്തെടുക്കാനുള്ള ഔട്ട്പുട്ട് പൈപ്പും കണക്ട് ചെയ്യുന്നതും നോക്കി മനസ്സിലാക്കുക. അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് അത് ടൈറ്റ് അതിനിട്ട് ബോൾട്ടുകളൊക്കെ ടൈറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അടുത്തതായി ടെക്നോളജി ബേസ്ഡ് പവർ സേവിംഗ് ഡിവൈസുകളെ പറ്റി പഠിക്കാം. ആദ്യമായി ട്വിലൈറ്റ് സ്വിച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. സ്വിച്ചിൻ്റെ പരിസരത്തെ നാച്ചുറൽ ലൈറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ഓണാകുകയും നാച്ചുറൽ ലൈറ്റ് കൂടുമ്പോൾ സ്വിച്ച് ഓഫാകുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണ് ട്വിലൈറ്റ് സ്വിച്ച്. അടുത്തതായി മൂവ്മെൻറ്റ് ഡിറ്റക്ടർ എന്താണെന്ന് മനസ്സിലാക്കാം. അടുത്തുള്ള വസ്തുക്കളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഒരു ലൈറ്റ് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അലാം അടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് മൂവ്മെൻറ്റ് ഡിറ്റക്ടർ. അടുത്തതായി പ്രോഗ്രാമബിൾ സ്വിച്ചസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങളുടെ ഉപകരണങ്ങൾ ഓണാക്കുവാനും ഓഫാക്കാനും സഹായിക്കുന്ന തരം സ്വിച്ചുകളാണ് പ്രോഗ്രാമബിൾ സ്വിച്ചുകൾ. മേൽപ്പറഞ്ഞ ട്വിലൈറ്റ് സ്വിച്ച്, മൂവ്മെൻറ്റ് ഡിറ്റക്ടർ, പ്രോഗ്രാമബിൾ സ്വിച്ചസ് തുടങ്ങിയവ ടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില പവർ സേവിംഗ് ഡിവൈസുകളാണ്. അടുത്തതായി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT എന്താണെന്ന് മനസ്സിലാക്കാം. സെൻസറുകൾ, സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വസ്തുക്കളുടെ നെറ്റ്വർക്കിനെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നു. വസ്തുക്കൾക്ക് മറ്റു വസ്തുക്കളുമായി കണക്ട് ചെയ്യുവാനും ഡാറ്റ കൈമാറുവാനും മറ്റുമുള്ള ടെക്നോളജികളും വസ്തുക്കളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് മുഖേന വീട്ടിലെ ഉപകരണങ്ങൾ ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിയും.
ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു വീഡിയോ കാണുക. The Internet of Things, or IoT, is influencing our lifestyle from the way we react to the way we behave. From air conditioners that you can control with your smartphone, to smart cars providing the shortest route, or your smartwatch which is tracking your daily activities. IoT is a giant network of connected devices. These devices gather and share data about how they are used and the environment in which they are operated. It's all done using sensors. Sensors are embedded in every physical device. It can be your mobile phone, electrical appliances, vehicles, barcode sensors, traffic lights, and almost everything that you come across in day-to-day life. These sensors continuously emit data about the working state of the devices. But the important question is, how do they share this huge amount of data, and how do we put this data to our benefit? IoT provides a common platform for all these devices to dump their data and a common language for all the devices to communicate with each other. Data is emitted from various sensors and sent to IoT platforms securely. IoT platform integrates the collected data from various sources. Further analytics is performed on the data and valuable information is extracted as per requirement. Finally, the result is shared with other devices for better user experience, automation, and improving efficiencies. Let us look at a scenario where IoT is doing wonders. In an AC manufacturing industry, both the manufacturing machine and the belt have sensors attached. They continuously send data regarding the machine health and the production specifics to the manufacturer to identify issues beforehand. A barcode is attached to each product before leaving the belt. It contains the product code, manufacturer details, special instructions, etc. The manufacturer uses this data to identify where the product was distributed and track the retailer's inventory. Hence, the manufacturer can make the product running out of stock available. Next, these products are packed and parceled to different retailers. Each retailer has a barcode reader to track the products coming from different manufacturers, manage inventory, check special instructions, and many more. The compressor of air conditioner has an embedded sensor that emits data regarding its health and temperature. This data is analyzed continuously, allowing the customer care to contact you for the repair work in time. This is just one of the million scenarios. We have smart appliances, smart cars, smart homes, smart cities, where IoT is redefining our lifestyle and transforming the way we interact with technologies. The future of IoT industry is huge. അടുത്തതായി വയേർഡ് ഹോം ഓട്ടോമേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ തരം ഓട്ടോമേഷനിൽ എല്ലാ വീട്ടുപകരണങ്ങളും പ്രോഗ്രാം ചെയ്യാവുന്ന മെയിൻ ലോജിക് കൺട്രോളറുമായി കമ്മ്യൂണിക്കേഷൻ കേബിൾ മുഖേന ബന്ധിപ്പിക്കുന്നു. മെയിൻ കൺട്രോളറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഉപകരണങ്ങളിൽ ഓട്ടോമേറ്ററുകൾ ഘടിപ്പിക്കുന്നു. മൊത്തം പ്രവർത്തനങ്ങളും കൺട്രോളറുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നടത്തുന്നു. അങ്ങനെ ഉപകരണങ്ങളുടെ ഓട്ടോമാറ്റിക് പ്രവർത്തനം സാധ്യമാകുന്നു. അടുത്തതായി സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വാട്ട് ആർ ദ മെയിൻ കൺസിഡറേഷൻസ് ഇൻ ദ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് ഇൻസ്റ്റലേഷൻ? അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ട്യൂലൈറ്റ് സ്വിച്ച്, മൂവ്മെൻറ്റ് ഡിറ്റക്ടർ, പ്രോഗ്രാമബിൾ സ്വിച്ചസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, വയേർഡ് ഓട്ടോമേഷൻ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി.